ഒരു ചിലവുമില്ലാതെ ആർക്കും മറ്റൊരാൾക്ക് സൗജന്യമായി കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഉപദേശം. ചെയ്യരുത്, നോക്കരുത്, പിടിക്കരുത്, രുചിക്കരുത്, അത് ചെയ്യരുത്, ഇവിടെ പോകരുത് എന്നുള്ളത്. നമുക്കെല്ലാവർക്കും ഈ ഉപദേശവും അറിയാം, ഉപദേശിക്കാനും അറിയാം. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, നീതിയോടെ നടക്കാൻ കഴിയുന്നില്ല, പല പാപങ്ങളും ചെയ്യാതിരിക്കുവാൻ കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. എങ്ങനെ നമുക്ക് ഈ പാപത്തെ ജയിക്കാൻ കഴിയും? എങ്ങനെ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സാധിക്കും? പാപത്തെ നമുക്ക് ജയിക്കുവാൻ സാധ്യമാണോ എന്ന വിഷയമാണ് നാം ഇന്ന് കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ അർത്ഥം ഉപദേശങ്ങളൊന്നും ആവശ്യമില്ലെന്നോ കൽപ്പനകളുടെ ഒന്നും ആവശ്യമില്ല എന്നൊന്നുമല്ല. റോമാലേഖനം 7-ാം അധ്യായം 7-8 നോക്കേ. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നു എങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. നോക്കുക, ന്യായപ്രമാണം അല്ലെങ്കിൽ കൽപ്പനയില്ലാതെ ഒരിക്കലും തെറ്റും ശരിയും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. അവിടെയാണ് പ്രശ്നം വരുന്നത്. കൽപ്പന കൊള്ളാം, പക്ഷെ ആ കൽപ്പന തന്നെ പാപം ചെയ്യുവാനായിട്ട് കൂടുതൽ പ്രേരണ നൽകുകയാണ്. ഒരു ഉദാഹരണം ശ്രദ്ധിച്ചേ. ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആരും ഇപ്പോൾ ഈ സ്ക്രീനിൽ നിന്ന് മുഖമെടുത്ത് പുറകിലോട്ട് തിരിഞ്ഞു നോക്കരുത്. ഞാനിത് പറഞ്ഞ മാത്രമേ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കരുത്, നിങ്ങൾ പുറകോട്ട് നോക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പുറകോട്ട് നോക്കുവാൻ ഒരു പ്രേരണ ലഭിക്കുകയാണ്. എന്ത് ചെയ്യരുത് എന്ന് നമ്മളോട് ഒരാൾ പറയുന്നു, അത് തന്നെ ചെയ്യുവാൻ ഒരു പ്രേരണ നമ്മിൽ ലഭിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. കൽപ്പനയല്ല പ്രശ്നം, അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല നമ്മൾ പല പാപങ്ങളും ചെയ്യുന്നത്, നമ്മെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ്. ഇത് തന്നെയാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത്. എനിക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടായിട്ടും ഞാൻ ഇച്ഛിക്കാത്ത തിന്മകളാണ് ചെയ്യുന്നത്. ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. നമ്മിലുള്ള പഴയ മനുഷ്യനെ കുറിച്ചുള്ള പൗലോസിൻ്റെ ഒരു പരാമർശമാണ്. നാം ഇച്ഛിക്കുന്നതല്ല, നാം ആഗ്രഹിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത്. എന്ത് ചെയ്യരുത് എന്ന് ചിന്തിക്കുന്നു, അതാണ് നാം ചെയ്യുന്നത്. നാം ആരും ഒരിക്കലും ഒരു ദിവസം എഴുന്നേറ്റിട്ട് ഇന്ന് ഒരു 10 പാപം ചെയ്യാം എന്നൊന്നും വിചാരിച്ചല്ല എഴുന്നേൽക്കുന്നത്. നാം എല്ലാ ദിവസവും ചിന്തിക്കുന്നത് ഇന്നൊരു തെറ്റും ചെയ്യരുത്, ഒരു പാപവും ചെയ്യരുത്, നീതിയിൽ ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം എന്ന ഉറച്ച ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. എന്നാൽ നാം പാപം ചെയ്യുന്നെങ്കിൽ പൗലോസ് പറയുകയാണ്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. പൗലോസ് പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. എനിക്ക് നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പാപം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ അകത്ത് മറ്റൊരു വ്യക്തി വസിക്കുകയാണ്, അവൻ പാപമാണ്. ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ദേഷ്യപ്പെടരുത്, സൗമ്യമായി സംസാരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ സാഹചര്യം വരുമ്പോൾ എൻ്റെ അകത്തു നിന്നും എൻ്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായി കോപം എന്നൊരു വ്യക്തി പുറത്തു വരികയാണ്. വ്യഭിചാരം ചെയ്യരുത് എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിലും ആ അവസരം ഉണ്ടാകുമ്പോൾ എൻ്റെ അകത്തു നിന്നും ആ പാപി പുറത്തു വരികയാണ്, ആ പാപ സ്വഭാവം പുറത്തു വരികയാണ്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിലും പലപ്പോഴും അവരോട് എനിക്ക് അസൂയ തോന്നുകയാണ്. എന്നിൽ മറ്റൊരു പാപം വസിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് നീതിയിൽ ജീവിക്കുവാൻ കഴിയുന്നില്ല, വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയുന്നില്ല. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാകുന്നു. ഈ പാപത്തിന് അധീനമാകുന്ന, എന്നെ ഭരിക്കുന്ന, എന്നെ കൺട്രോൾ ചെയ്യുന്ന, എന്നെ വാഴുന്ന, എനിക്കാഗ്രഹമില്ലാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ഈ ശരീരത്തിൽ നിന്നും എന്നെ ആര് വിടുവിക്കും എന്നൊരു പ്രാർത്ഥനയാണ് പൗലോസോടെ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന പലരും പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, ഞാൻ ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്, അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയത്തില്ല എന്ന ഒരു കൺക്ലൂഷനിലാണ് പലരും എത്തിച്ചേരുന്നത്. എന്നാൽ പൗലോസ് അവിടെ സ്ഥാപിക്കുന്നത് അതല്ല. പകരമായി അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമാകുന്ന ശരീരത്തിൽ നിന്നും എന്നെ ആര് വിടുവിക്കും? അടുത്ത വാക്യം നോക്കേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം ഇതാണ്, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്, കാരണം എനിക്ക് അതിനൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. എന്താണ് പൗലോസ് പറയാൻ ശ്രമിക്കുന്നത് അറിയാമോ? എൻ്റെ ഒരു പഴയ മനുഷ്യനുണ്ടായിരുന്നു, പാപത്തിന് അധീനനാകുന്ന മനുഷ്യൻ. ആ മനുഷ്യനിൽ നിന്നും, ആ പഴയ മനുഷ്യനിൽ നിന്നും എന്നെ കർത്താവ് വിടുവിച്ചു.
ഞാനിന്നൊരു പുതിയ മനുഷ്യനായിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരെയും സ്വഭാവം വളരെ വ്യത്യസ്തമുള്ളതാണ്. ഓരോരുത്തരെയും ബലഹീനത ഓരോ വിഷയത്തിലായിരിക്കും. ചില ആളുകൾക്ക് ദേഷ്യമായിരിക്കും അവരുടെ ഏറ്റവും വലിയ ബലഹീനത. ചില ആളുകൾക്ക് പാരമ്പര്യമായി കിട്ടുന്ന അസൂയയായിരിക്കും. ചിലർക്ക് പക മനസ്സിൽ സൂക്ഷിക്കുക എന്നൊരു വിഷയമായിരിക്കും. പലതരത്തിലുള്ള പാപങ്ങളായിരിക്കും നമ്മിൽ ഓരോരുത്തരുടെയും ബലഹീനത. ഈ പാപ സ്വഭാവങ്ങളെല്ലാം പലതും പാരമ്പര്യമായി നമ്മിൽ വന്നതാണ്. നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന അതേ സ്വഭാവം തന്നെയാണ് നമ്മിലേക്കും വരുന്നത്. നമ്മളിങ്ങനെ കേട്ട് കാണും, അവൻ്റെ പിതാവിൻ്റെ ദേഷ്യമാണ് അവന്, അവൻ്റെ അമ്മയുടെ അസൂയയാണ് അവന്. ഇതൊക്കെയും പഴയ മനുഷ്യനിൽ നാം ജനിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്ന പാപ സ്വഭാവങ്ങളാണ്. വചനം പറയുകയാണ്, നമ്മുടെ ആ പഴയ മനുഷ്യൻ, പാപത്തിൽ ഉരുവായ ആ കെടുന്ന ബീജത്താലുള്ള ആ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. നാം പുതിയ സൃഷ്ടിയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുകയാണ്. പാപം സംബന്ധമായി മരിച്ചവരാകുന്ന നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തുവേശു മരിച്ചതുപോലെ നമ്മുടെ പഴയ മനുഷ്യൻ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കണം, നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്, മരിച്ചിരിക്കുകയാണ്. അർത്ഥം ഇതാണ്, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ഒരു കോപമുള്ളതല്ല, അസൂയുള്ള സ്വഭാവമല്ല, വഞ്ചനയുള്ള സ്വഭാവമല്ല. ക്രിസ്തുവിലായ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെയാണ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സകല പാപ സ്വഭാവങ്ങൾ നിങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ അവൻ്റെ മരണത്തിൽ പങ്കുകാരായിരിക്കുകയാണ്. നിങ്ങൾ സ്നാനപ്പെട്ടവരാണോ? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ പഴയ മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ള ഒരു പുതിയ മനുഷ്യനാണ്. അതാരെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. നമ്മുടെ പിതാവിൽ നിന്നും നമ്മുടെ മാതാവിൽ നിന്നും ചില സ്വഭാവങ്ങൾ നമ്മിലേക്ക് പാരമ്പര്യമായി വന്നു എങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ മക്കളാണെങ്കിൽ നമ്മിൽ വരേണ്ടുന്ന സ്വഭാവം നമ്മുടെ ഭൂമിയിലുള്ള പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഒന്നുമല്ല, പകരമായി സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് വരും. ബൈബിൾ പറയുകയാണ്, നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിരിക്കുകയാണ്. ലോകം നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിലയിരുത്തൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതല്ല, വചനം നിങ്ങളെ പറ്റി എന്ത് പറയുന്നു അതാണ് സത്യം. അവണ്ണം നിങ്ങളും പാപസമ്മതമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നിങ്ങൾ തന്നെ മനസ്സിലാക്കണം, നിങ്ങൾ തന്നെ വിശ്വസിക്കണം, നിങ്ങൾ തന്നെ എണ്ണണം. നിങ്ങൾ പാപം സംബന്ധിച്ച് മരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവേശുവിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ സൃഷ്ടിയായിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇനി ഞാൻ പാപം ചെയ്യുന്നില്ലേ, ഈ പ്രസംഗിക്കുന്ന പാസ്റ്റർ പാപം ചെയ്യാത്ത വ്യക്തിയാണോ? അതിൻ്റെ അർത്ഥം നമ്മളാരും പാപം ചെയ്യുന്നില്ല എന്നല്ല. എന്നാൽ പാപം ചെയ്യാതെ ജീവിക്കുവാൻ നമുക്ക് സാധ്യമാണ്. നമ്മൾ പൂർണ്ണരാണ്, എന്നാൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടില്ല. ക്രിസ്തുവിൽ തികഞ്ഞവരാകുക എന്ന ദൗത്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളുള്ള കുഞ്ഞിനെ എടുത്ത്, ആ കുഞ്ഞ് പൂർണ്ണതയുള്ള കുഞ്ഞാണ്. കണ്ണും നാക്കും കൈയും കാലും ചെവിയും എല്ലാം ആ കുഞ്ഞിലുണ്ട്. പക്ഷേ ആ കുഞ്ഞിനെ ഇറങ്ങി ഓടുവാനോ, ആ കുഞ്ഞിനെ സംസാരിക്കുവാനോ, ആ കുഞ്ഞിന് ജോലി ചെയ്യുവാനോ ഒന്നും സാധ്യമല്ല. കുഞ്ഞ് പൂർണ്ണതയുള്ള കുഞ്ഞാണ്, പക്ഷേ പെർഫെക്റ്റ് ആയിട്ടില്ല. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും ഈ കുഞ്ഞിൽ മാറ്റങ്ങൾ സംഭവിക്കും. ആദ്യം ചെറിയ രീതിയിൽ അത് കമിഴ്ന്ന് കിടക്കുവാൻ തുടങ്ങും, പതുക്കെ അത് മുട്ടയിൽ എഴയുവാൻ ആരംഭിക്കും, പതുക്കെ പിടിച്ച് നടക്കുവാൻ ആരംഭിക്കും. ഒരു ദിവസം ആ കുഞ്ഞ് ഓടുവാനും അധ്വാനിക്കുവാനൊക്കെ തുടങ്ങുന്നത് പോലെ നിങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ ഒരു ശിശുവിനെ പോലെയാണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പാപത്തെ പൂർണ്ണമായും ജയിക്കുവാൻ സാധ്യമാകത്തില്ല. എന്നാൽ അനുദിനമുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പാപത്തിൽ ഉരുവായൊരു കുഞ്ഞല്ല, നീതിയിൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാണ്. നിങ്ങളിൽ പാപത്തിന് വസിക്കുവാൻ സാധ്യമല്ല. നിങ്ങളിൽ പാപ സ്വഭാവമില്ല. നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളൊന്നും നിങ്ങളുടെ സ്വന്തം സ്വഭാവമല്ല, അത് നിങ്ങളുടെ പഴയ മനുഷ്യൻ്റെ ക്യാരക്ടറാണ്. നിങ്ങൾ പുതിയ മനുഷ്യനായതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങളുള്ളവരാണ്. ഇവിടെ അങ്ങനെ പറയുകയാണ്, നാമോ ക്രിസ്തുവേശുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഈ പാപത്തെ ജയിക്കാൻ കഴിയുമെന്ന് അറിയാമോ? ബൈബിൾ പറയുകയാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്ത
നിത്യാത്മാവിനാൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ കൽപ്പന ഉള്ളത് കൊണ്ടല്ല നാം നന്നായി ജീവിക്കുന്നത്, ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻ കിട്ടിയത് കൊണ്ടല്ല നാം വിശുദ്ധിയിൽ ജീവിക്കുന്നത്. പകരമായി നമ്മെ അതിന് പ്രാപ്തമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ജഡപ്രകാരം നമുക്ക് പലതിനെയും ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് യേശു കർത്താവ് ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വരികയും ജഡത്തിൽ ശിക്ഷ അനുഭവിക്കുകയും നമ്മിൽ പരിശുദ്ധാത്മാവിനെ പകരുകയും ചെയ്തു. നേരത്തെ നാം പാപം ചെയ്യുന്നത് നമ്മിൽ പാപം എന്ന ഒരു വ്യക്തി വസിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് നമ്മൾ നീതിയിൽ ജീവിക്കുന്നത്, വിശുദ്ധിയിൽ ജീവിക്കുന്നത് നമ്മെക്കൊണ്ട് പാപമല്ല നീതി ചെയ്യിപ്പിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രാപ്തി, ഒരു ശക്തി കർത്താവ് നമ്മിൽ പകർന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യേശുവിനെ മരിച്ചു നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. 13-ാം വാക്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മളെ യോഗ്യരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ആ ആത്മാവിനാൽ നമുക്ക് പാപത്തെ അതിജീവിക്കുവാൻ, ഓവർകം ചെയ്യുവാൻ സാധ്യമാണ്. ഇതിൻ്റെ അർത്ഥം നമുക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ലെന്നാണോ? യോഹന്നാൻ പറയുകയാണ്, ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, കാരണം അവൻ്റെ വിത്ത് അവൻ വസിക്കുകയാണ്. എന്നാൽ നാം വിചാരിച്ചാൽ നമുക്ക് പാപം ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായി ശ്രമം കൊണ്ട് നന്നായി ജീവിക്കാൻ ശ്രമിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം മനസ്സിലായ ഒരു വ്യക്തിക്ക്, വീണ്ടും ജനിച്ചൊരു വ്യക്തിക്ക്, സ്നാനത്തിൽ അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിക്ക്, ഞാൻ ക്രിസ്തുവിൽ ആരാണ് എന്നൊരു ബോധ്യമുള്ള വ്യക്തിക്ക് മനഃപൂർവ്വമായി ഇനി പാപം ചെയ്യേണ്ടി വരും. റോമർ 6:12 നോക്കേ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയുമരുത്. അതായത് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ അവയവത്തെ പാപം ചെയ്യുവാനായി നിങ്ങൾ സറണ്ടർ ചെയ്യരുത്, നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ ശരീരം നീതി ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. മനസ്സിലാക്കുക, നിങ്ങൾ കൽപ്പനയുടെ കീഴിലല്ല, പകരമായി കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കീഴിലാണ്. മുമ്പ് നിങ്ങൾക്ക് കൽപ്പനകളായിരുന്നു, ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. ചെയ്യരുത്, ചെയ്യരുത്, നോക്കരുത്, അസൂയപ്പെടരുത്, തല്ലുണ്ടാക്കരുത്, മോഷ്ടിക്കരുത്, ദേഷ്യപ്പെടരുത്. കൽപ്പനകളായിരുന്നു, നിയമങ്ങളായിരുന്നു, ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. എന്നാൽ ഇന്ന് ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് കൽപ്പനകളല്ല, ന്യായപ്രമാണത്തിന് കീഴല്ല നിങ്ങൾ, പകരമായി ദൈവത്തിൻ്റെ കൃപയാണ്. എന്താണ് ദൈവത്തിൻ്റെ കൃപ? നിങ്ങൾക്ക് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ക്രിസ്തു ഭൂമിയിലേക്ക് വരികയും നിങ്ങൾക്ക് വേണ്ടി മരിക്കുകയും പകരമായി നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ പകരുകയും ചെയ്തു. ആ ദൈവത്തിൻ്റെ എബിലിറ്റി നിങ്ങളെക്കൊണ്ട് പാപത്തെ ജയിക്കുവാൻ, ഓവർകം ചെയ്യുവാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് പകർന്നു. അതുകൊണ്ട് തന്നെ വെറും ഇൻസ്ട്രക്ഷൻ പകരുകയല്ല, നിങ്ങളുടെ അകത്തെ സോഫ്റ്റ്വെയറിനെ കർത്താവ് മാറ്റിയിരിക്കുകയാണ്. ഒരു ഉദാഹരണം ശ്രദ്ധിച്ച്, എൻ്റെ മുമ്പിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു നല്ല മത്സ്യം, പൊരിച്ചത് അല്ലെങ്കിൽ വറുത്ത മത്സ്യം അല്ലെങ്കിൽ പൊരിച്ച ചിക്കൻ എൻ്റെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് എങ്കിൽ, എന്നിട്ട് പറയുകയാണ് അത് എടുക്കരുത്, അത് ഭക്ഷിക്കരുതെന്ന് പറയുകയാണെങ്കിൽ എനിക്കത് എടുക്കുവാനും എനിക്കത് ഭക്ഷിക്കുവാനും ഒരു അകത്തു നിന്നൊരു പ്രേരണ ഉണ്ടാകും. ആ പ്രേരണയാണ് പ്രശ്നം. എന്നാൽ ഒരു ബ്രാഹ്മണൻ്റെ മുമ്പിൽ, അതല്ലെങ്കിൽ ചിക്കൻ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് പൊരിച്ച കോഴി വെച്ചാൽ ഒരിക്കലും അവർക്കത് എടുക്കുവാനോ ഭക്ഷിക്കുവാനോ തോന്നുകയില്ല. ഇവിടെ രണ്ടുപേരുടെ മുമ്പിൽ വയ്ക്കുന്നത് ഒരേ വസ്തു തന്നെയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ആ താല്പര്യമുണ്ട്, ആ കൊതിയുണ്ട്, അവനത് എടുക്കുവാൻ, ആ തെറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അതെടുത്ത് ഭക്ഷിക്കുവാൻ ആഗ്രഹം തോന്നും. എന്നാൽ മറുവശത്തിരിക്കുന്ന വ്യക്തിക്ക് ആ ആഗ്രഹമില്ല. അപ്പോൾ അകത്തിരിക്കുന്ന ആഗ്രഹത്തെ എടുത്ത് കളയുക എന്നുള്ളതാണ് ആ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക് അസൂയ തോന്നുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിലും ശ്രദ്ധിക്കുക. മറ്റുള്ളവർ ഉയരട്ടെ, എന്നാൽ ആ തോന്നുന്ന അസൂയ എന്ന് പറയുന്ന ആ സ്വഭാവത്തെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ ഉയർച്ചയിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതുപോലെ പാപം സംബന്ധിച്ച് മരിച്ച്
നീതി സംബന്ധമായി ജീവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്തുള്ള സോഫ്റ്റ്വെയറിനെ കർത്താവ് മാറ്റിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ സന്ദേശം കൺക്ലൂഡ് ചെയ്യട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്രയും കേട്ടിട്ടും എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത് എന്ന് മനസ്സിലായില്ല എങ്കിൽ 2-3 സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പാപത്തെ ജയിക്കുവാൻ സാധ്യമാണ്. ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങൾ പാപം ചെയ്യുവാനുള്ള ആ സാധ്യതകളെ നിങ്ങൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചു: പ്രലോഭനങ്ങളിൽ കൂടെ കടക്കാതെ ദുഷ്ടങ്കിൽ നിന്നും എന്നെ വിടുവിക്കണമേ. സാധ്യത വരുമ്പോഴാണ്, സാഹചര്യം വരുമ്പോഴാണ്, പ്രലോഭനം ഉണ്ടാകുമ്പോഴാണ് നാം പാപം ചെയ്യുന്നത്. ജോസഫിന്റെ ചരിത്രം ശ്രദ്ധിക്കുക. താൻ ഏകനായിരുന്നപ്പോൾ തൻ്റെ യജമാനനാകുന്ന പോത്തിഫറിന്റെ ഭാര്യ തന്നെ കടന്നു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ജോസഫ് ഒരിക്കലും അവിടെ തന്നെ നിന്നില്ല. പകരമായി ആ സാഹചര്യത്തിൽ നിന്നും ജോസഫ് ഓടി മറയുകയാണ്. താൻ നിന്ന് കഴിഞ്ഞാൽ താൻ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ജോസഫിനറിയാം. ഒന്നാമത്തെ മെത്തേഡ്, പാപം ചെയ്യാനുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളെ തന്നെ ഒഴിഞ്ഞു നിൽക്കുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതിരിക്കുകയും വേണം. കാരണം പരിഹാസികളുടെ കൂടെ ഇരുന്നാൽ നാം പരിഹസിച്ചു പോകും. പാപികളുടെ കൂടെ ഇരുന്നാൽ പാപം ചെയ്യുവാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. പാപികളുമായി നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുകയും നിങ്ങൾ അവരിലൊരാളായി മാറുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങളെ ഒഴിവാക്കുക. ദേഷ്യം വരാനുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക. എന്നാൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓടി രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ നിങ്ങൾക്ക് മുമ്പ് കേട്ട ആ സന്ദേശം പ്രയോജനപ്പെടും. മനസ്സിലാക്കുക, നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ പാപത്തെ ഓവർകം ചെയ്യുവാൻ സാധിക്കും. എങ്ങനെയാ ചെയ്യുവാൻ സാധിക്കും? ബൈബിൾ പറയുകയാണ്, നിങ്ങൾ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് നിങ്ങൾ വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റുപറയുക. ഉദാഹരണമായിട്ട്, നിങ്ങൾക്ക് ഭയങ്കരമായി ദേഷ്യം നിൽക്കുകയാണ്, നിങ്ങൾക്ക് ദേഷ്യം അടക്കുവാൻ കഴിയുന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കണം. കോപം എന്ന് പറയുന്നൊരു സ്വഭാവം എന്നിലില്ല, എനിക്ക് ദീർഘക്ഷമയാണ് എന്നിലുള്ളത്. ഞാൻ പാപം സംബന്ധിച്ചു മരിച്ചു, നീതി സംബന്ധമായി ജീവിക്കുന്നത് കൊണ്ട് പാപം എന്നിൽ വാഴുകയില്ല, കോപ സ്വഭാവം എന്നിൽ വാഴുകയില്ല എന്ന് നിങ്ങൾ വചനം ഡിക്ലെയർ ചെയ്യാൻ ആരംഭിക്കണം. ഉറക്കെ പ്രഖ്യാപിക്കാൻ ആരംഭിക്കണം. നിങ്ങൾ ആ പാപത്തെ, ആ കോപ സ്വഭാവത്തെ തുടർമാനമായി വചന പ്രഖ്യാപനത്തിലൂടെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കോപത്തെക്കാളും റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളിൽ അങ്ങനൊരു പാപ സ്വഭാവമില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ഇനി നിങ്ങൾക്ക് വചനം പറയാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ അതിശക്തമായി കോപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ സിറ്റുവേഷനുകൾ കടന്നു പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിനെ അതിജീവിക്കുവാൻ കഴിയും. നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ പാപത്തെ ജയിക്കുവാൻ സഹായിക്കുന്നത്. നിങ്ങൾക്കൊരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തെ ശാന്തമാക്കി, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കുക, എൻ്റെ മനസ്സിനെ ശാന്തമാക്കുക, എൻ്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ സമ്പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യപ്പെടുകയും ചെയ്യാം. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ഹൃദയംഗമായി അപേക്ഷിക്കുകയാണെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരികയും പാപത്തെ അതിജീവിക്കുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. പാപത്തെ ജയിക്കുവാനുള്ള മറ്റൊരു മെത്തേഡാണ് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ അവയവത്തെ പാപത്തിനായി സമർപ്പിക്കരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്നറിയാമോ? നിങ്ങളുടെ ചിന്തകളെ. നിങ്ങളുടെ ചിന്തകളിലാണ് പാപം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു എന്നും സ്ത്രീയെ കാമാസക്തിയോടെ, കാമവികാരത്തോടെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു എന്നൊക്കെ പറയുവാനുള്ള കാരണം ഹൃദയത്തിൽ നിന്നാണ് പാപത്തിൻ്റെ ഉത്ഭവം ആരംഭിക്കുന്നത്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ വെറുന്നു. നോക്കുക, ഒരു വ്യക്തിക്ക് ഒരു വിഷയം പ്രലോഭനമാകുന്നത്, അവൻ അതിനകത്തൊരു താല്പര്യം വരുന്നത് ഒരു ദിവസം കൊണ്ടല്ല. അവൻ്റെ ചിന്ത, അവൻ്റെ മോഹമാണ് അവനെ കൊണ്ട് ആ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. ആ മോഹം എന്ത് ചെയ്യുകയാണ്? അവനെ കൊണ്ട് പാപത്തെ പ്രസവിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലയോ? നിങ്ങൾ വായ് തുറന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുക. എന്നിട്ടും നിങ്ങൾക്കതിനെ അതിജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധ്യമാണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ
ജീവനും സമാധാനവും തന്നെ. 9-ാം വാക്യം നോക്കുക. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നിങ്ങൾ ജഡീകന്മാരല്ല, ആത്മീകന്മാരാണ്. ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാണ്. ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എക്സെട്ര. ഇതൊക്കെയാണ് ജഡത്തിൻ്റെ സ്വഭാവം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന വ്യക്തിയിൽ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടാകും. തനിയെ വരുന്നതാണ് ഫലങ്ങൾ, ഉണ്ടാക്കിയെടുക്കുന്നതല്ല, തനിയെ ഉളവാകുന്നതാണ്. എന്നാൽ ആ ഫലങ്ങൾ ഉളവാകുവാൻ വൃക്ഷത്തെ നാം വളം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, വൃക്ഷത്തെ പരിപോഷിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതുപോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുകയും പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ സ്വാഭാവികമായും ചിലതുണ്ടാകും. അതൊന്നറിയാമോ? ആത്മാവിൻ്റെ ഫലങ്ങൾ. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, സ്വാഭാവികമായി പരിശുദ്ധാത്മാവിനാൽ നിങ്ങളിൽ ഒഴിവാകുന്ന ചില ഫലങ്ങളാണ്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. പാപത്തെ ജയിക്കുവാനും നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാം ധാരാളമായി സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് സന്ദേശം അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങൾ ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.